ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. വിഷു ആഘോഷിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും സലു കിച്ചന്റെ അഡ്വാൻസ് വിഷു ആശംസകൾ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യലായിട്ട് പിങ്ക് പാലട പായസമാണ്. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ പഞ്ചസാരയൊന്ന് ഉരുക്കിയെടുക്കും. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളുടെ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര എടുക്കണം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 250 ml കപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കത്തില്ല. ഇതൊന്ന് ഉരുക്കി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. ഈ അടപ്പായസത്തിന് പഞ്ചസാര ഉരുക്കി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം തന്നെ കണ്ടോ പഞ്ചസാരയുടെ കളർ മാറി വരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഉരുക്കിയിട്ട് നമ്മൾ പാലട പായസത്തിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ശരിക്കും ആ കളർ തന്നെ ചേഞ്ച് ആവും. നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിൽ നിന്ന് നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് ഉരുകട്ടെ. ഉരുകിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ പഞ്ചസാരയുടെ ഉരുകി വരുന്നുണ്ട്. പഞ്ചസാരയുടെ കളറൊക്കെ മാറി ഇതുപോലെ ഉരുകി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ഇതിനെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. കുറച്ചുകൂടി ഒന്ന് കളർ മാറട്ടെ. കരിഞ്ഞു വരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കണ്ടോ. കളറും നല്ല ഒരു കളറായിട്ട് ചേഞ്ചായി വന്നു. അപ്പം ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊന്ന് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇതിൽ കിടന്നൊന്ന് ഉരുകിക്കോളും. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, താനേ ഉരുകി വരും. കണ്ടോ ഇതിവിടെ എല്ലാം ഉരുകിയിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് മാറ്റി വെക്കുവാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് 2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 2 ലിറ്റർ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഈ പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പില്ലേ, അത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി ഈ പാലൊന്ന് കുറുക്കിയെടുക്കും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ളത്. ഇവിടെ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത് മേയറിൻ്റെ പാത്രമാണേ. ഇത് എൻ്റെ അടുത്ത് പലരും വീണ്ടും ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പാലിവിടെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് 1 സ്പൂൺ പഞ്ചസാര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ആദ്യമേ ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ. വീണ്ടും ഞാൻ ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് കുറുക്കണം. അപ്പോൾ ഇത് ഞാൻ മറ്റൊരടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇനി ഞാൻ അട തയ്യാറാക്കാൻ പോവുകയാണ്. അട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കും. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും കൂടി ഇതിൽ കിടന്ന് ബോയിലാകുന്ന സമയത്ത് അട ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ പാലിലേക്ക് ബാക്കിയിരിക്കുന്ന ഈ പഞ്ചസാര പാനി ഉണ്ടല്ലോ, ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പാനി ഞാൻ റെഡിയാക്കിയത് ഫുള്ള് ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ ഈ പാലിനെ കുറുക്കിയെടുക്കണം കേട്ടോ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ റൈസിൻ്റെ പാലടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൈദയുടെ പാലടയേക്കാളും എപ്പോഴും നല്ലത് അരിയുടെ പാലടയാണ്. കണ്ടോ പാലട എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെറിയ അടയാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതേ കണ്ടോ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 600 ഗ്രാമിൻ്റെ പാലട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെന്ത ശേഷം ഞാനിത് ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇട്ടുടനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് അധികം വെള്ളം വേണം നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ച് കഴിയുമ്പോഴേക്കും ഈ പാലട വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് പാലിലേക്ക് ചേർത്ത് ഇളക്കി ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നത്.
അപ്പം ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ കണ്ടോ, ഈ പാലിന് ചെറിയൊരു പിങ്ക് കളറ് വന്നു തുടങ്ങിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ല. ഇപ്പം നമുക്ക് ഈ പാലടയിലേക്ക് പിങ്ക് കളർ കിട്ടുന്നത് ഇതുപോലെയാണ്. അതായത് പഞ്ചസാര നമ്മൾ ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസം വരും. നമ്മൾ സാധാരണ ഡയറക്റ്റ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാലട എൻ്റെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ആയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. പാലട ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. ഇനി നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും. ശരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര ഇത് ക്ലിയർ ആണെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അടയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ പാലിവിടെ കുറുകിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കുറുകിയിട്ടില്ല. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അടയിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പാലും അടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകണം. മഴ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. മഴയുടെ ആ വരവ് കണ്ടപ്പോൾ തോന്നി ഇപ്പം എന്തോ ഇവിടെ വലിയ സംഭവം നടക്കുന്നു. എവിടെ നല്ല ചൂടായി. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പാലട ഈ പാലിലും ഈ നെയ്യിലും ഒക്കെ കിടന്ന് വേണം അത് നല്ല ഒരു പരുവാവാൻ. ഇനി ഞാൻ ഇതിലേക്ക് 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ശരിക്കും ഈ പാലട പായസം കുടിച്ചാണ്ടല്ലോ, നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പായസം ഉണ്ടല്ലോ, ആ റിയൽ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടും. കുറച്ച് സമയം എടുക്കും, നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അതിനാ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരണ്ടേ. മധുരം ഒരുപാടായി പോരുത്, ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല പായസത്തിന്. പാകത്തിനുള്ള മധുരമാകും. ഇതിവിടെ ഇരുന്ന് റെഡിയാവട്ടെ. കണ്ടോ, റെഡിയാകുമ്പോഴാണ് ഇതിങ്ങനെ തെളിഞ്ഞു വരുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും പരുവായിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് കുറുകണം. ഇവിടെ പാലട റെഡിയായോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്ക് പാലട ഇങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന ആ പാത്രത്തിൻ്റെ മീതെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴും പരുവത്തിലായിട്ടില്ല കേട്ടോ, റെഡിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പാലട പായസം ഒന്നുകൂടി സ്വാദിഷ്ടമാക്കാനൊരു ടിപ്പുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ, ബട്ടർ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത്രയും ബട്ടർ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. അത് അതിൽ കിടന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പാലട പായസത്തിന് വരുന്നത്. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ അട റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇതേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതിപ്പം ഉണ്ടാക്കിയ ഉടൻ നമ്മൾ കുടിക്കുന്നതിനേക്കാളും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് കുടിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പിങ്ക് പാലട പായസം. ഇത് ഇനി ഇരുന്നിട്ട് കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്കാവും കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ നല്ല പിങ്ക് കളറാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഇനി ഇത് മൂടി വെക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ ഇനി ഇത് സെർവ് ചെയ്യാൻ പോവാണ്.
അപ്പൊ നമ്മുടെ പിങ്ക് കളറിലുള്ള പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അരിയുടെ പാലട തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ, എങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. മൈദയ്ക്ക് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.